അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. അശാസ്ത്രീയത കാരണം അടച്ചുപൂട്ടിയ ചോക്കാട് ആനക്കല്ല് അംഗനവാടിയുടെ ബദൽ സംവിധാനവും തടസ്സപ്പെട്ടു. അടച്ചുപൂട്ടിയ അംഗനവാടിക്ക് ബദൽ സംവിധാനമായി തൊട്ടടുത്ത് തന്നെയുള്ള വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. എന്നാൽ കെട്ടിട ഉടമ ഒഴിയാൻ ആവശ്യപ്പെട്ടതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഒരാഴ്ചയോളമായി അങ്കണവാടി പ്രവർത്തിക്കുന്നില്ല. 30 ലക്ഷത്തിലേറെ രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി ലഭ്യമാക്കാത്തതാണ് ഉപയോഗിക്കാൻ കഴിയാത്തത്. നേരത്തെ തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് താൽക്കാലികമായി വൈദ്യുതിയെടുത്ത് പുതിയ കെട്ടിടത്തിൽ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ഉപയോഗിച്ചതിന്റെ പേരിലാണ് അങ്കണവാടി അടച്ചുപൂട്ടേണ്ടി വന്നത്. 20ലേറെ കുട്ടികളുടെ പഠനമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അങ്കണവാടിയിലേക്ക് സ്വന്തമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിന് 2 പോസ്റ്റുകൾ ആവശ്യമാണ്. ഇതിന് പഞ്ചായത്ത് പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങൾക്ക് ഇനിയും കാലതാമസം നേരിടും. ഇതിന് പരിഹാരമായി തൊട്ടടുത്ത വൈദ്യുതി ഉപഭോക്താവിന്റെ സമ്മതപത്രം സ്വീകരിച്ച് വൈദ്യുതി വകുപ്പിന് അപേക്ഷ നൽകിയാൽ അങ്കണവാടിയിൽ വൈദ്യുതി എത്തിക്കാൻ കഴിയും. എന്നാൽ ഇതിനുള്ള നടപടികളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ ആനക്കല്ല് അങ്കണവാടിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചൊരു അങ്കണവാടിയാണ്. അപ്പോൾ അതിൻ്റെ അപകടാവസ്ഥയിലൊരു വയറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വയറിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പരാതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആ അംഗനവാടി തൽക്കാലം മറ്റൊരു വാടക കെട്ടിടത്തേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനുള്ള അനുമതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടും പഞ്ചായത്ത് ഇതുവരെ അതിനുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായി 1 മാസത്തോളം വാടക കെട്ടിടത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ വാടക കെട്ടിടത്തിൽ നിന്ന് അതിൻ്റെ ഓണർ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു. ഇവിടെ പണി പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ ഇവിടെ ഈ പുതിയ കെട്ടിടത്തിൽ ഇപ്പോൾ അംഗനവാടി തുറന്ന് പ്രവർത്തിക്കുന്നതുമില്ല. ഇപ്പോൾ കുട്ടികൾ പെരുവഴിയിലാണ്. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടിയിൽ വേസ്റ്റ് കുഴി പോലും നിർമ്മിച്ചിട്ടില്ല. മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.